സാമ്പ്രാണിക്കൊടി ഐലൻഡ്സ് കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ കൊല്ലം അഷ്ടമുടി കായലിലാണ് ഈ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം ഫേമസ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കോവിഡിന് ശേഷമാണ് ഈ ഒരു ഏരിയ ഇത്രയും ഫേമസ് ആയത്. ഇതിപ്പോൾ അഷ്ടമുടി കായലാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നമുക്ക് വെള്ളത്തിനകത്ത് ഇറങ്ങി നിൽക്കാം. നല്ല രീതിയിൽ നമുക്ക് ഇറങ്ങി നിന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ മാംഗ്രൂവ് ഫോറസ്റ്റ് പോലെയൊക്കെ ഉണ്ട്. പിന്നെ കുറേ ചെറുകിട കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഉപ്പിലിട്ട സാധനങ്ങൾ അങ്ങനെയുള്ള, പിന്നെ കപ്പ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. നല്ല അടിപൊളിയായിട്ട് ഫാമിലി ആയിട്ട് വന്ന് നല്ല സേഫായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പം നമുക്ക് ഈ സാമ്പ്രാണിക്കൊടിയുടെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കിയാലോ. ഡൊമിനിയോ ദീപക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും ഏകദേശം ഒരു 85 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാമ്പ്രാണിക്കൊടി ഐലൻഡിൽ എത്താൻ സാധിക്കും. അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയ അനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ഒരു 2.5 മണിക്കൂറാണ് ട്രാവൽ ടൈം കാണിക്കുന്നത്. നമുക്ക് നാഷണൽ ഹൈവേ 66 വഴിയാണ് പോകാനായിട്ടുള്ളത്. കൊല്ലം വരെ എത്തണ്ട. കൊല്ലത്തിന് മുന്നേ നമുക്ക് ബൈപ്പാസ് ഉണ്ടല്ലോ, കൊല്ലം ബൈപ്പാസ്. ആ കൊല്ലം ബൈപ്പാസിൽ കയറിയിട്ട് ആ റൂട്ടിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ അഞ്ചാലുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലണം. അവിടെ നിന്നും പ്രാക്കുളത്ത് നിന്നാണ് നമ്മൾ ബോട്ടിൽ കയറിയിട്ട് ഈ സാമ്പ്രാണിക്കൊടി ഐലൻഡിലോട്ട് പോകാനായിട്ടുള്ളത്. കുറച്ച് നാളായിട്ട് ഞങ്ങളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക സാമ്പ്രാണിക്കൊടി ഐലൻഡിന്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡൊക്കെ വന്നു പോയതിനു ശേഷമാണ് ഈ ഒരു സ്ഥലം ഇത്രയും പോപ്പുലർ ആയതല്ലേ. ഞാൻ അതിനുശേഷമാണ് ഇതിങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിയതും. ഈ അടുത്ത സമയത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ അവിടെ പോകുന്നുണ്ട്, അവിടെ പോയി വീഡിയോസൊക്കെ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വളരെ നല്ല രസകരമായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ, സാമ്പ്രാണിക്കൊടിയുടെ ഒരു വീഡിയോ ഞാനും ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പം നമുക്ക് ഇതിപ്പം NH66 വഴിയാണ് പോകുന്നത്. കൊട്ടിയം കഴിഞ്ഞിട്ട് കൊല്ലം ബൈപ്പാസിൽ കയറി വേണം നമുക്ക് പോകാനായിട്ട്. പക്ഷെ അതിന് മുന്നേ നമുക്ക് ഫുഡ് ഒന്ന് കഴിക്കണം. ഇപ്പം സമയം ഏകദേശം 1 മണി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കൊട്ടിയത്ത് ബ്രൈറ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. എനിക്ക് പണ്ട് മുതലേ എനിക്ക് അറിയാവുന്ന ഒരു ഹോട്ടലാണ്. ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും ഞാൻ ഇവിടെ കയറി ഫുഡ് കഴിക്കും. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഈ ബ്രൈറ്റ് ഹോട്ടലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വെള്ളയപ്പവും അതുപോലെ മട്ടൺ കറിയാണ്. അപ്പം ഞങ്ങളും അതുകൊണ്ട് ഉച്ച സമയമാണെങ്കിൽ പോലും ഞങ്ങൾ വെള്ളയപ്പവും മട്ടൺ കറിയും അതുപോലെ മട്ടൺ ലിവറിന്റെ റോസ്റ്റുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എത്ര വർഷമായി ഞങ്ങൾ ഇവിടുന്ന് കഴിക്കുന്നതാണ്. എപ്പോൾ വന്ന് കഴിച്ചു കഴിഞ്ഞാലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഞങ്ങൾ അടിപൊളിയായിട്ട് ആ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു ജ്യൂസും ഒക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ കൊല്ലം ബൈപ്പാസ് വഴി നേരെ സാമ്പ്രാണിക്കൊടിയിലോട്ട് പോവുകയാണ്. അഷ്ടമുടി കായലാണ് കേട്ടോ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അഷ്ടമുടി കായലിൽ തന്നെയാണ് സാമ്പ്രാണിക്കൊടി ഐലൻഡ്സ്. നമ്മൾ ഈ ബൈപ്പാസിൽ കൂടെ പോകുമ്പോഴേ കഴിയുന്നതും ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം അത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അഞ്ചാലുമൂട്, അത് കഴിഞ്ഞിട്ട് പ്രാക്കുളം. ഈ പ്രാക്കുളം ആരോട് ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ പോകുന്നതാണ് ഒന്നും കൂടെ നല്ലത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള സൈൻ ബോർഡ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കൺഫ്യൂഷൻ ഇല്ല. ഇവിടെ ഒരുപാട് പോക്കറ്റ് റോഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് വഴി പല സമയത്തും തെറ്റാറുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് ഗൂഗിൾ മാപ്പ് ഓഫ് ചെയ്തിട്ട് ചോദിച്ചാണ് പോയത്. അങ്ങനെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മൾ ആ ഐലൻഡ് എത്താറായെന്ന് മനസ്സിലായി. ഇവിടെ എല്ലാം ഇങ്ങനെ നിറയെ ടൂറിസ്റ്റുകളുണ്ട്. അതുപോലെ ഒരുപാട് കാർ ഇങ്ങനെ പല പ്രോപ്പർട്ടീസിലായിട്ട് ഇങ്ങനെ കാറുകൾ പാർക്ക് ചെയ്തേക്കുന്നത് കാണാം. അപ്പം ഞങ്ങളും ഇവിടെ ഇങ്ങനെ വണ്ടി കയറ്റി പാർക്ക് ചെയ്യുകയാണ് കേട്ടോ. ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ്. ഇപ്പോൾ ഇവിടെ ഡെവലപ്മെൻറ്റ് ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായി. കാർ പാർക്കിങ്ങിന് ഇവരിവിടെ 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പം ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നുണ്ട്. ഇതെല്ലാം സെയിലിനാണ്. കാര്യം നമ്മൾ ഈ വെള്ളത്തിലോട്ടൊക്കെ പോകുന്നതുകൊണ്ടായിരിക്കും. ഡ്രസ്സ് നനഞ്ഞു പോയാൽ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ കൊല്ലം DTPC അവരാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. ഇവിടുത്തെ ബോട്ടിംഗ് സർവീസും അതുപോലെ ഇവിടെ ആകെ ഉള്ള ഒരേ ഒരു റെസ്റ്റോറൻറ്റ്. നമുക്ക് ഒന്നുകിൽ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ DTPCയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല. 150 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് ചാർജ്. അത് അപ്പ് ആൻഡ് ഡൗൺ ആണ്. നമുക്ക് ഇവിടുന്ന് സാമ്പ്രാണിക്കൊടിയിലോട്ട് പോകാനും തിരിച്ചു വരാനായിട്ടും 150 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് ചാർജ്. ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ബോട്ടിൽ കയറി സാമ്പ്രാണിക്കൊടിയിലോട്ട് പോവാം. ഇതിങ്ങനെ കോൺവോയ് പോലെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പല ബോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഏതായാലും ഇവിടെ വന്നിട്ടാണ് ടിക്കറ്റ് എടുത്തത്. ഓൺലൈനായിട്ടല്ല എടുത്തത്. ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ടിക്കറ്റൊക്കെ പർച്ചേസ് ചെയ്തു. ഞങ്ങളൊരു ബോട്ടിൽ കയറി. 8 പേരാണ് ഒരു ബോട്ടിനകത്ത് ട്രാവൽ ചെയ്യുന്നത്. അപ്പം അങ്ങ് ദൂരെ കാണുന്നത് സാമ്പ്രാണിക്കൊടി ഐലൻഡാണ്. കണ്ടോ, ആൾക്കാരെല്ലാം വെള്ളത്തിലിറങ്ങി നിൽക്കുന്നത് കണ്ടോ.
ഭയങ്കര രസമുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ബോട്ട് പോകുന്ന ഈ ഏരിയ ഉണ്ടല്ലോ, ഇത് 30 മീറ്റർ താഴ്ചയുണ്ടെന്നാണ് ഈ ബോട്ട് ഓടിക്കുന്ന ഡ്രൈവർ പറഞ്ഞത്. പക്ഷേ അത് നമ്മൾ ആ ഉള്ളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു ഏരിയ, അത് ഈ കാണുന്ന ഈ ഒരു ഏരിയയിൽ ഒട്ടും താഴ്ചയില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഇറങ്ങി നിന്ന് കഴിയുമ്പോഴത്തേക്ക് അഷ്ടമുടി കായലിൻ്റെ നടുക്ക് നമ്മൾ ഇറങ്ങി നിൽക്കുന്ന ആ ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഇവിടെയാണ് നമ്മൾ ഈ ബോട്ടിൽ കൊണ്ടുവന്ന് ഇറക്കുന്നത്. നമ്മളുടെ ഈ ബോട്ട് യാത്ര ഒരു കഷ്ടിച്ച് 10 മിനിറ്റേ എടുത്തോളൂ കേട്ടോ. ഇത് ആൾക്കാർ കുറേ പേര് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിലാണ് അവർ നിൽക്കുന്നത് അടുത്ത ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബോട്ടിൽ വന്നിട്ട് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിൽ ഇറക്കും. എന്നിട്ട് ആ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങേണ്ടത്. ശരിക്കും ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ വെള്ളം ഇങ്ങനെ കാണും. അത് നമ്മൾ ഈ അഷ്ടമുടി കായലിൻ്റെ നടുക്കായതുകൊണ്ട് നമുക്കൊരു പേടിയാണ് കാല് വെള്ളത്തിലോട്ട് വെക്കാനായിട്ട്. അല്ലാതെ ശരിക്കും നമുക്ക് പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിക്കഴിഞ്ഞു കേട്ടോ ഈ ഒരു സാമ്പ്രാണിക്കൊടി ഐലൻഡ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഈ അഷ്ടമുടി കായലിൻ്റെ നടുക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ പറ്റും. മുട്ടറ്റം, കഷ്ടിച്ച് മുട്ടറ്റം മാത്രമേ ഇവിടെ വെള്ളമുള്ളൂ. പിന്നെ അത് കൂടാതെ ഇവിടെ ചുറ്റും മൊത്തം കണ്ടൽക്കാടുകളാണ്. അപ്പോൾ ഈ മാൻഗ്രൂവ് ഫോറസ്റ്റിൻ്റെ നടുക്ക് ഇങ്ങനെ അഷ്ടമുടി കായലിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് ശരിക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരുമ്പോഴത്തേക്ക് ഒരു നല്ല അടിപൊളി ഒരു ഗ്യാങ്ങുമായിട്ട് വരണം. നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് വരണം. ടോട്ടൽ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ഇവിടുത്തെ ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ചെറുകിട കച്ചവടക്കാരാണ്. ഈ വെള്ളത്തിൻ്റെ നടുവിൽ അവർ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് കുട്ടി കുട്ടി സാധനങ്ങളാണ് നമുക്ക് കഴിക്കാനായിട്ട് കിട്ടുന്നത്. ഇവിടെ ഉപ്പിലിട്ടത്, അതുപോലെ കുടിക്കാനായിട്ട് നാരങ്ങ വെള്ളം, മോര്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ഇങ്ങനെ മോട്ടോർ പിടിപ്പിച്ച കുറേ ചെറിയ വള്ളങ്ങൾ കിടക്കുന്നുണ്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു റൈഡിന് പോകാൻ സാധിക്കും. ഇവർ നമ്മളെ ഈ അഷ്ടമുടി കായലിൽ കൂടെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒരു റൈഡിന് കൊണ്ടുപോകും. 50 രൂപയാണ് അവരൊരാളിൻ്റെ കയ്യിൽ നിന്ന് അതിന് ഈടാക്കുന്നത്. അപ്പം ഞങ്ങളും അങ്ങനെ ഒരു ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. പച്ചമാങ്ങയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട്. ഇവിടെ ഇപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഏകദേശം 50 മോട്ടോർ പിടിപ്പിച്ച വള്ളങ്ങൾ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതുപോലെ ടൂറിസ്റ്റുകളെ ഇങ്ങനെ അഷ്ടമുടി കായലിൽ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം. ഇത് DTPCയുടെ കീഴിൽ വരുന്നതല്ലെന്നാണ് അറിയാൻ സാധിച്ചത്. എല്ലാം പ്രൈവറ്റായിട്ട് ഓരോ ആൾക്കാരുടെ വള്ളങ്ങളാണ്. അപ്പോൾ ഇവർ ഇതിനകത്തുനിന്ന് കിട്ടുന്ന കളക്ഷൻ എല്ലാം കൂടെ ടോട്ടലായിട്ട് കളക്ട് ചെയ്തിട്ട് അതിനൊരാളിനെ ഇവർ നിയമിച്ചിട്ടുണ്ട്. ഇത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വള്ളത്തിൽ ഓരോ ദിവസം എത്ര പേര് പോകുന്നുണ്ട്, എത്ര കളക്ഷൻ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ എമൗണ്ട് ഇവർ ടോട്ടലായിട്ട് എടുത്തിട്ട് ഈ എല്ലാ വള്ളക്കാരും ഇതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. വളരെ നല്ലൊരു സിസ്റ്റമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം ഒരാളിനും പൈസ കൂടുതലോ അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്നു എന്നുള്ള പ്രശ്നമൊന്നും വരത്തില്ല അല്ലേ. നല്ലൊരു സിസ്റ്റമായിട്ടാണ് എനിക്കത് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ ഈ സമ്മർ ടൈമിൽ നല്ല ഉച്ച സമയത്താണ് കേട്ടോ ഞങ്ങൾ ഈ ബോട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോഴത്തേക്ക് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈ മാൻഗ്രൂവ് ഫോറസ്റ്റ് ഒക്കെ കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു ഗ്രീനറിയും പിന്നെ നല്ല തിക്കായിട്ടുള്ള മാൻഗ്രൂവ് ഫോറസ്റ്റാണ്. അപ്പം ഈ അഷ്ടമുടി കായലിൽ കൂടെയുള്ള ഈ ഒരു യാത്ര ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു ബോട്ട് റൈഡ് എടുക്കണം. കാര്യം മറ്റേത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ് നേരത്തെ ഒരു യാത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഒരു യാത്രയെന്ന് പറഞ്ഞാൽ ഈ അഷ്ടമുടി കായലിൽ കൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ശരിക്കും അതിമനോഹരമാണ്. നമ്മൾ മറ്റേ കുട്ടനാടൻ സൈഡിലൊക്കെ നമ്മൾ ബോട്ടിലും ഹൗസ് ബോട്ടിലും ഒക്കെ പോകാറുണ്ടല്ലോ. അപ്പോൾ അവിടെ കിട്ടുന്നത് പോലെ തന്നെ മറ്റൊരു ഫീലാണ്. ശരിക്കും നല്ല രീതിയിൽ നമുക്കിത് എൻജോയ് ചെയ്തിട്ട് വരാൻ സാധിക്കും. ഏകദേശം അരമണിക്കൂർ നമുക്ക് ഈ ഒരു റൈഡ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി ഉറപ്പായിട്ടും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ ഇവിടെ വരുമ്പോൾ. 8 ശാഖകൾ ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ അഷ്ടമുടി കായൽ എന്ന് പറയപ്പെടുന്നത്. വേമ്പനാട്ട് കായൽ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കേരളത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള കായലും കൂടെയാണ് ഈ അഷ്ടമുടി കായൽ. ശരിക്കും പറഞ്ഞാൽ ഈ 2 കായലും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വേമ്പനാട്ട് കായലിൽ കൂടെ നമ്മൾ ബോട്ടിംഗ് നടത്തി കഴിഞ്ഞാൽ അത് ഭയങ്കര ഭംഗിയാണ്. ശരിക്കും നമുക്ക് ആ കുട്ടനാടിൻ്റെ എല്ലാ ബ്യൂട്ടിയും നമുക്ക് അവിടെ ലഭിക്കും. പക്ഷേ അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നമ്മൾ വേമ്പനാട്ട് കായലിൽ കൂടെ പോകുന്ന അതേപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളാണ് ഈ അഷ്ടമുടി കായലിൽ കൂടെയുള്ള ഈ ഒരു ബോട്ട് യാത്രയും. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂർ നല്ല അടിപൊളിയായിട്ട് ഈ അഷ്ടമുടി കായൽ മൊത്തം കൊണ്ടുപോയി കാണിച്ചിട്ട് നമ്മളിങ്ങനെ തിരിച്ച് സാമ്പ്രാണിക്കൊടിയിലോട്ട് എത്തുകയാണ്. അപ്പം ഈ ബോട്ടിലിരുന്നപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത്. ഈ സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് ഈ പേര് വരാൻ കാര്യമേ പണ്ട് കാലത്ത് ഇവിടെ ചൈനയിൽ നിന്നുള്ള ഒരുപാട് ചെറിയ കപ്പലുകൾ വന്ന് നങ്കുരമിടുമായിരുന്നു.
അപ്പോൾ ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാർ ഈ കപ്പലുകളെ ചാമ്പ്രാണി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ചാമ്പ്രാണിക്കൊടി എന്ന പേര് വന്നതും പിന്നീട് അത് സാമ്പ്രാണിക്കൊടി എന്നായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് ഈ വള്ളം ഓടിച്ച് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്ക് നല്ല ദാഹവും ക്ഷീണവും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിറയെ കടകളുണ്ട്. എല്ലാ കടകളിലും ഏകദേശം ഒരേ ഐറ്റംസ് ഒക്കെ തന്നെയാണ് വിൽക്കാനായിട്ട് വെച്ചേക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ സ്റ്റൂളൊക്കെ ഇട്ട് തന്ന് നമ്മൾ അവിടെ ആ സ്റ്റൂളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഉപ്പിലിട്ട പല ഐറ്റംസ് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ, പൈനാപ്പിൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. 1-2 ഐറ്റംസ് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നല്ല തണുത്ത ഗോലി സോഡ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചൂട് സമയം ആയതുകൊണ്ട് നമ്മൾ ഒരു ഗോലി സോഡ വാങ്ങിച്ചു കുടിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് പണ്ട് ഈ ഗോലി സോഡ ഭയങ്കര ഒരു ട്രെൻഡായിരുന്നു. പിന്നീട് ഇപ്പോഴാണ് വീണ്ടും അത് ഫേമസ് ആയി തുടങ്ങിയത്. ശരിക്കും നല്ല പോലെ എൻജോയ് ചെയ്ത് കേട്ടോ ആ ഒരു ഗോലി സോഡ ഈ ഒരു സമയത്ത് കുടിച്ചപ്പോഴത്തേക്ക്. ഇവിടെ 1-2 കടകളിൽ ഇങ്ങനെ കപ്പയും കക്ക ഇറച്ചിയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. ഞങ്ങൾ ഏതായാലും വാങ്ങിച്ചില്ല, കാര്യം നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിലാണ് ആൾക്കാർ ഇവിടെ എൻജോയ്മെൻറ്റ് നടത്തുന്നതെന്ന് കണ്ടോ. പലരും ഇങ്ങനെ വലിയ വലിയ ഗ്രൂപ്പുകളായിട്ട് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. കുറേ പേര് ഇങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, പിന്നെ കുറേ ഫാമിലി, അതുകണക്ക് ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇവിടെ വരുന്നുണ്ട്. ശരിക്കും ഇവിടുത്തെ എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വരുന്നത് തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ഈ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറി പോകാനായിട്ടുള്ള ചെറിയ വഴികളൊക്കെ കാണുന്നുണ്ട്. ഞാൻ ഏതായാലും ആ ഒരു അഡ്വഞ്ചറിന് മുതിരുന്നില്ല. ചില ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറി പോകുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മളിങ്ങനെ ഈ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഏത് ഫ്രെയിമിൽ വെച്ച് കഴിഞ്ഞാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കായി കഴിഞ്ഞു. ഏകദേശം വൈകുന്നേരം ആയതുകൊണ്ടായിരിക്കാം അതിഭയങ്കരമായ തിരക്കാണ് ഇപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നത്. ബോട്ടുകളിൽ നിന്നിങ്ങനെ നിറയെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുമുണ്ട്. അപ്പം കുറേ സമയം ഞാനിങ്ങനെ ഈ വെള്ളത്തിനകത്തൂടെ ഇങ്ങനെ നടന്ന് ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ദാഹമായി. അപ്പം ഇത് നമ്മൾ നേരത്തെ ഇരുന്ന ആ സെയിം കട തന്നെയാണ്. ഈ പയ്യൻ്റെ പേര് ഇമ്മാനുവൽ എന്നാണ്. ആകെ 16 വയസ്സേ ഉള്ളൂ ഈ പയ്യന് കേട്ടോ. പഠിക്കാനൊന്നും പോകുന്നില്ല, അതിനുള്ള സാഹചര്യം ഇല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ കട നടത്തുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇമ്മാനുവൽ ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ നാരങ്ങ വെള്ളം ഉണ്ടാക്കി തന്നു. ഈ ചൂട് സമയത്ത് ഇങ്ങനെ നാരങ്ങ വെള്ളം, സോഡയും ഉപ്പും ഒക്കെ ചേർത്ത് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിഫ്രഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ശരിക്കും സൂപ്പറായിരുന്നു നാരങ്ങ വെള്ളം. പയ്യൻ നല്ല അടിപൊളിയായിട്ടൊരു നാരങ്ങ വെള്ളം ഇട്ട് തന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ഇമ്മാനുവലിൻ്റെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. നല്ല ആക്റ്റീവായിട്ടുള്ളൊരു പയ്യനാണ്. സ്വന്തമായിട്ട് മൊബൈൽ ഫോണോ ഒന്നും ഇല്ല. പുള്ളിക്ക് വേറെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഈ കച്ചവടം ചെയ്യുക, അത് തന്നെയാണ് പുള്ളിയുടെ ആ ഒരു ലക്ഷ്യം. ശരിക്കും പ്രായത്തിൽ കവിഞ്ഞുള്ള പക്വത ആ പയ്യനിൽ നമുക്ക് കാണാൻ സാധിച്ചു കേട്ടോ. നല്ല മിടുക്കനായിട്ടുള്ളൊരു പയ്യനാണിത്. ഇമ്മാനുവൽ പറഞ്ഞതനുസരിച്ച് ഇവിടെ ഈ കഴിഞ്ഞ 1 വർഷത്തിനിടയിലാണ് ഇത്രയും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങിയത്. അതിനു മുന്നേ ഇവിടെ ഹോളിഡേയ്സിൽ ഇവിടെ ലോക്കലായിട്ടുള്ള കുറച്ച് ആൾക്കാർ വരുമെന്നല്ലാണ്ട് ഇതുപോലെ ഇത്ര ഭയങ്കരമായിട്ടുള്ള ക്രൗഡ് ഒരിക്കലും വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈ ചേട്ടനാണ് ഇവിടുത്തെ ബോട്ടിൻ്റെയൊക്കെ കണക്കെഴുതാനായിട്ട് നടക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ. ഞാനും ഏതായാലും ചെറിയ രീതിയിൽ മാൻഗ്രൂവ്സിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കി കേട്ടോ. ഒരുപാടൊന്നും അകത്തോട്ട് ഞാൻ പോയില്ല, ജസ്റ്റ് ഒന്ന് കയറി നോക്കി. ഭയങ്കര രസമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനായിട്ട്. നല്ലൊരു ഫീലാണ് അതിനകത്തൂടെ നടക്കുമ്പോൾ. ഏകദേശം 1.5 മണിക്കൂറായി കേട്ടോ ഞങ്ങൾ ഇവിടെ ഈ സാമ്പ്രാണിക്കൊടി ഐലൻഡിൽ വന്നിട്ട്. ഇവിടെ മറ്റ് ആക്ടിവിറ്റീസ് വേറെ കൂടുതലായിട്ടൊന്നുമില്ല. പക്ഷേ എല്ലാ ആൾക്കാരും, വരുന്ന ആൾക്കാർ അത്ര ഈ വെള്ളത്തിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ചിലർ വെള്ളത്തിനകത്ത് കിടക്കുന്നു. അങ്ങനെ അല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും നമുക്കിവിടെ ചെയ്യാനായിട്ടില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലെന്ന് പറഞ്ഞാൽ അത് ഇവിടെ വന്ന് തന്നെ മനസ്സിലാക്കണം. ശരിക്കും ഒരുപാട് സമയം ഞങ്ങളിവിടെ എൻജോയ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് പോകാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് തന്നെ ബോട്ടുകളെല്ലാം നിറഞ്ഞ് ഫുള്ളായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. കാര്യം സൺസെറ്റിൻ്റെ ആ ഒരു ടൈമിൽ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഞങ്ങളേതായാലും ഇപ്പോൾ തിരിച്ച് മടങ്ങുകയാണ്. അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ ഒരു ബോട്ടിൽ തന്നെ നമ്മൾ കയറിയിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ കണ്ട ഒരു ഹൗസ് ബോട്ടാണ് കണ്ടോ. ഇവിടെ ഇങ്ങനെ ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ട്. നമ്മൾ പണ്ട് ആലപ്പിയിൽ മാത്രമായിരുന്നല്ലോ ഈ ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം ശരിക്കും ഈ അഷ്ടമുടി കായലിൽ കൂടെ നമുക്ക് ഹൗസ് ബോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. സി അഷ്ടമുടി എന്ന് പറയുന്ന ഒരു ബോട്ട് ഇവിടെ കിടക്കുന്നുണ്ടോ. ഇത് സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊരു 1 ഡേ പാക്കേജ് ആയിട്ട് ഈ അഷ്ടമുടി കായലിൽ കൂടെ നമ്മളെ കൊണ്ടുപോകും. നമുക്കത് ബുക്ക് ചെയ്യാനായിട്ടുള്ള നമ്പറൊക്കെ ഈ ബോട്ടിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. എന്തും വേണ്ടി സ്പീഡ് ബോട്ടുകളാണ് കണ്ടോ ഈ സാമ്പ്രാണിക്കൊടിയിലോട്ട് ഇങ്ങനെ ഷട്ടിൽ സർവീസ് നടത്തുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഹൗസ് ബോട്ടും പോകുന്നത് കാണാം.
ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അഷ്ടമുടിയിൽ ഈ ബാക്ക് വാട്ടേഴ്സിൽ കൂടെ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ടൂറിസം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സാമ്പ്രാണിക്കോടിയിലോട്ട് പോകാനായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ക്യൂ കണ്ടോ. ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ക്യൂ നിൽക്കേണ്ടി വരും. ഞങ്ങൾ വന്ന സമയത്ത് വലിയ തിരക്കില്ലാതിരുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് എളുപ്പം കയറിപ്പോകാൻ പറ്റിയത്. അപ്പം നിങ്ങൾ കഴിയുന്നതും ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇവിടെ അതിഭയങ്കരമായ റഷാണ്. ഇവിടെ നിറയെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയ കാര്യം നമുക്കിവിടെ വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 2 മണിക്കൂർ നല്ല രീതിയിൽ ഇവിടെ ഈ സാമ്പ്രാണിക്കോടി ഐലൻഡിലും ഇവിടെ ഈ പരിസരത്തുമായിട്ട് സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് തിരിച്ചു മടങ്ങുന്നത്. തീർത്തും വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സാമ്പ്രാണിക്കോടിയിലെ കാഴ്ചകൾ? സൂപ്പറല്ലേ? ഞങ്ങൾ ശരിക്കും സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാങ് ആയിട്ട് നമ്മൾ വരണം, ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ ആയിട്ട് വരണം. ഇവിടെ കൂടുതൽ ആൾക്കാരും അങ്ങനെയാണ് വന്നേക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാനും ശിഖയാണ് വന്നത്, പക്ഷെ എന്നാലും ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു ഇവിടെ. നമുക്ക് ഈ അഷ്ടമുടി കായലിൻ്റെ നടുവിൽ വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെള്ളത്തിലിറങ്ങി നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു ഭയങ്കര രസകരമായ അനുഭവം തന്നെയാണ്. അത് വന്ന് അനുഭവിച്ച് തന്നെ അത് മനസ്സിലാക്കണം. ഈ അടുത്ത കാലത്തായിട്ട് ഇത്രയും ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ സാമ്പ്രാണിക്കോടി എന്ന് പറയുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 മണിക്കൂറായിട്ട് ഇവിടെ നിൽക്കുകയാണ്. നല്ല ഉച്ച സമയമാണ്, നല്ല വെയിലുണ്ട്, പക്ഷേ എന്നാലും നല്ല എൻജോയ്മെൻറ്റ് തന്നെയാണ്. പിന്നെ ഇവിടെ ഈ ചെറുകിട കടകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വളരെ കോപ്പറേറ്റീവാണ്, ഭയങ്കര സ്നേഹമുള്ളവരാണ്. നമുക്ക് ഈ ഉപ്പിലിട്ട സാധനങ്ങൾ, അതുപോലെ കക്ക ഇറച്ചി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇവിടെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും സാമ്പ്രാണിക്കോടി ഐലൻഡ്സ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളുടെ വീഡിയോ. മറ്റൊരു സൂപ്പർ വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.